ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയിലത്തെ വിശേഷമാണ്. അതുകൂടാണ്ട് ഇന്ന് ജൂലൈ 3 സെൻറ്റ് തോമസ് ഡേ. അപ്പോൾ ഞാൻ പറയാറില്ലേ, അപ്പച്ചൻ്റെ ബർത്ത്ഡേ പോലെ ഞങ്ങൾ ആഘോഷിച്ചിരുന്നത് മാർച്ചിലാണ് ബർത്ത്ഡേ എങ്കിലും ഞങ്ങൾ സെൻറ്റ് തോമസ് ഡേ ആണ് ആഘോഷിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അപ്പച്ചനെ ഒരിക്കലും ജൂലൈ 3 ദുഹ്റാന എന്ന് പറഞ്ഞാൽ അപ്പച്ചനെയാണ് ഓർക്കുക. പിന്നെ ഡാഡിയുടെ പേര് ടോണി എന്നാണെങ്കിലും തോമസ് എന്നാണ് പള്ളിയിലത്തെ പേര്. ഇത് നമ്മുടെ തോമസാണ് ഡാഡിയുടെ പേരിട്ടിട്ടുള്ളത്. ഇത് കെസ് ബേബി, ഒരാൾക്ക് അവിടുത്തെ അപ്പാപ്പനും ഒരാൾക്ക് ഇവിടുത്തെ അപ്പാപ്പനും. അപ്പോൾ കെസ് ബേബിയാണ് ഇവിടുത്തെ അപ്പാപ്പൻ്റെ പേരിട്ടുള്ളവൻ. കെസ്റ്റർ തോമസ് ആൻസൺ എന്നാണ്. അപ്പോൾ 4 പേർക്കും സെൻറ്റ് തോമസ് ഡേ ആശംസകൾ. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ലോകം മുഴുവനും തോമാസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന എല്ലാവർക്കും ആ ഒരു ആശംസയും കൂടി കേട്ടോ. അങ്ങനെ പറയാൻ പാടുമെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും എൻ്റെ വക ഞാൻ ആശംസിക്കുകയാണ്. അങ്ങനെ ദേ രാവിലെ എണീറ്റു. നമ്മുടെ ചാക്കോ എഴുന്നള്ളുന്ന ഇതാണ് കാണുന്നത് കേട്ടോ. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ഒരു വരവ് വന്ന് തിരിച്ച് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറി ഒരു വരവുണ്ട്. ആ വരുമ്പോൾ മൂപ്പര് വിചാരിക്കണം മൂപ്പര് ഇറങ്ങണോ കയറണോ എന്നുള്ളത്. അങ്ങനെയുള്ളതാണ്. അപ്പോൾ നല്ലോണം പോലെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ സൂത്രം പറഞ്ഞാലേ അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ അവിടെ നിൽക്കും. നമ്മൾ പറയില്ലേ ഇടഞ്ഞ കൊമ്പൻ്റെ ഒക്കെ പോലെയെന്ന്, അങ്ങനെ അവൻ ഇടഞ്ഞിട്ടല്ല, കോമഡിയാണ് അവൻ കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് മൂപ്പര് ഇറങ്ങുക, അല്ലെങ്കിൽ അവിടെ നിൽക്കും. ആ മോളിൽ നിന്ന് തൊട്ട് തുടങ്ങും കേട്ടോ വിളി. അപ്പോൾ വർത്താനം കേൾക്കാൻ നല്ല രസമാണ്. കുറേ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇടയിൽ എനിക്കിട്ടും കിട്ടുന്നുണ്ട്, ഡാഡിക്കും കൊടുക്കും, അപ്പയ്ക്കും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ ഇപ്പം എന്തോ തരാമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചു കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. അപ്പം 4 എണ്ണം തരുമോ 5 എണ്ണം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരവ്. താഴെ എത്തിക്കഴിഞ്ഞാൽ ഒറ്റ പിടുത്തം പിടിക്കും, അല്ലെങ്കിൽ അവൻ തിരിച്ച് ഓടി കയറും ചിലപ്പോൾ കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ തോമുവിന് ഇന്ന് ക്ലാസ്സില്ല. അപ്പോൾ തോമു അവിടെ ഉണ്ട്. പാച്ചു ഇങ്ങനെ ഓക്കെ ആയി വരണേ ഉള്ളൂ, എന്നാലും നല്ല പനിയുണ്ട്, ചെറുതായിട്ട് ചുമയുണ്ട് കേട്ടോ. ചുമ ശരിക്കും പറഞ്ഞാൽ ഡിമ്പിളിനാണ് കൂടുതൽ ചുമയുടെ ഒരു സംഭവം വന്നത്. ഞാനും ഡിവൈനും ഡിമ്പിളാണ് ചുമയുടെ ആൾക്കാരായിരുന്നത്. പാച്ചുവിനൊക്കെ ചുമയുണ്ടെങ്കിലും അങ്ങനെ അങ്ങോട്ട് വല്ലാണ്ട് ഉള്ള ശല്യം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പാച്ചു എണീറ്റ് അവിടെ ഒരുത്തരിക്കുന്നുണ്ട്. എന്താ പറയുക, ഒന്നിനും ഒരു ഉഷാറില്ലാണ്ട് ചുണ്ടൊക്കെ ചുകന്ന് ആകെ വയ്യാണ്ടായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും വട്ടത്തിരുന്ന് വിശേഷങ്ങൾ പറയാം. രാവിലെ ഇന്നലെ രാത്രി ഉറങ്ങാത്തവരുടെ വിശേഷം, ഉറങ്ങിയവരുടെ വിശേഷം. അപ്പോൾ ഡാഡിക്ക് ഇന്നലെ രാത്രി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, തുമ്മലും ചീറ്റലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ചുമയുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര ഉഷാറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പാക്കിങ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡിമ്പിളിന് തീരെ വയ്യ. അപ്പോൾ ഡിമ്പിൾ പറഞ്ഞു എനിക്കിന്ന് പാക്ക് ചെയ്യാൻ വയ്യ, പിന്നെ അത്യാവശ്യമുള്ളതല്ല, നാളെ ആയാലും മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡിക്ക് ഇപ്പം കിടക്കണം എന്നാൽ പറയൂല. അങ്ങനെ രാവിലത്തെ പോസ്റ്റിങ്ങും കാര്യങ്ങൾക്കൊക്കെ റെഡിയാക്കി ഞാൻ എൻ്റെ പരിപാടികൾ കഴിച്ചു. ഡിവൈനും ഒക്കെ ചെയ്തു. ഡിമ്പിളുടെ എല്ലാം നാളേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വട്ടത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുക. കാരണം കുട്ടിക്ക് സ്കൂളിൽ പോകേണ്ട സമയമായിട്ടില്ല. അപ്പോൾ ആ സമയമാകുമ്പോൾ ഇറങ്ങിയാൽ മതിയല്ലോ വെച്ചു. പിന്നെ ഒരാളല്ലേ ഇന്ന് പോകണുള്ളൂ. അങ്ങനെ ഇരുന്ന് ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ തോമോനെ ഈ പറഞ്ഞ പോലെ പനി വന്നെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് മാറിപ്പോയി. ചാക്കോനും അങ്ങനെ തന്നെ ഉണ്ടായത്. പനിച്ചത് ഭയങ്കരമായിട്ട് പനിച്ചെങ്കിലും ഇത്രയും എന്താ പറയുക വല്ലാണ്ടുള്ള ഭീകരാവസ്ഥ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പാച്ചുവിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണമായി. പിന്നെ ഈ പറഞ്ഞ ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് ചുകന്നു. അവൻ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കണില്ല. അങ്ങനെയൊക്കെ ആയിട്ടാണ് അവൻ്റെ ഒരു രീതി. പിന്നെ നമുക്കറിയാമല്ലോ, വയ്യായ വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങനെ കാര്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ പറയും നിർബന്ധിക്കുകയും വേണ്ട. പിന്നെ നിർബന്ധിക്കാൻ ഡിമ്പിളിനും വയ്യ. അപ്പോൾ ഞാനും ഡിവൈനും ഓരോ നേരത്തും അത് തരട്ടെ പാച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനൊന്നും വേണ്ട. അപ്പോൾ ഞാനും പറഞ്ഞു നിർബന്ധിക്കേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് രാവിലെ വടയായിരുന്നു കേട്ടോ. അപ്പോൾ ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രിയിൽ കിടക്കാൻ പോകുമ്പോൾ ഉഴുന്നും കൊണ്ടുപോകും. എന്നിട്ട് എല്ലാം വെച്ചിട്ടാണ്, കാരണം കൂടുതൽ നേരം ഉഴുന്ന് കുതിർന്നാൽ വടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സമയമുണ്ട്, 2.5-3 മണിക്കൂറാന്ന് തോന്നുന്നുണ്ട് മുപ്പര് കുതിർത്താൻ വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കാം. അപ്പോൾ ഞാനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ കുതിർത്തിട്ട് ഉച്ച തിരിഞ്ഞ് ഉണ്ടാക്കണ പരിപാടി. ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ഉണ്ടാക്കേണ്ട കാരണം പുലർച്ചെ അല്ലേ ഇടേണ്ടത്. അപ്പോൾ ഞാൻ ഈ കുപ്പികളും കാര്യങ്ങളൊക്കെ ഒരു കവറിലാക്കി മാറ്റി വെച്ചു. അതുപോലെ പാത്രങ്ങൾ കുറേ കഴുകിയതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഒതുക്കി. അപ്പോൾ ഞാൻ ഇന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പരിയപ്പുറത്ത് കുറച്ച് ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണം, ഒന്ന് വൃത്തിയാക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഒന്നും നടന്നില്ല കേട്ടോ. ഞാൻ പറയുന്നില്ലേ, ചില ദിവസം നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ചില ദിവസം നമ്മൾ വിചാരിച്ചാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇന്ന് വടയായിരുന്നു. വടയ്ക്ക് സാമ്പാറുണ്ടായിരുന്നു, പിന്നെ സാമ്പാറായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഇത് ഉച്ചയിലത്തേക്കുള്ള ബീഫ് റോസ്റ്റും പിന്നെ മുതിര ഉപ്പേരിയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാപ്പിയും വെച്ച്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു രാവിലെ തന്നെ ഡിവൈൻ എല്ലാ പരിപാടികളും അവസാനിപ്പിച്ചിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. അങ്ങനെ അത് അപ്പം ചാക്കോന് നമുക്ക് രാവിലെ അവന് ചോറ് നിർബന്ധമാണ്. അവന് ഭക്ഷണം വേണം രാവിലെ. മറ്റ് 2 പേരുടെ പോലെയല്ല, അവനങ്ങനെ ഉടായ്പിൽ വിടാൻ പറ്റില്ല കേട്ടോ. അവന് ശരിക്കും ഭക്ഷണം തന്നെ വേണം. പിന്നെ ഉച്ചയ്ക്ക് കൊടുത്തയക്കാൻ കുറച്ച് ചോറും വേണം. അപ്പോൾ പലതരം റൈസ് ഉണ്ടാക്കും ഡിവൈൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ എണീറ്റിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് അതങ്ങോട്ട് ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞല്ലോ. അങ്ങനെ ഇതാ ചാക്കോ റെഡി ആയിട്ട് അപ്പം ഡാഡി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് അപ്പം ഇറങ്ങി ഓടും. അപ്പോൾ ഡിമ്പിൾ ഓൾറെഡി ഇതേ കിടപ്പായി. ഒന്ന് ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് വന്നു. അവൻ കൃത്യമാണ് അവൻ്റെ ആ കാര്യം. 1 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1.5 മാസം ആകുമ്പോഴേക്കും മൂപ്പര് പോയി കംപ്ലീറ്റ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരും കേട്ടോ. അങ്ങനെ ഞാൻ മറ്റേ വട കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ എനിക്കും ഈ പറഞ്ഞ പോലെ ചുമയും പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ കാര്യമായിട്ട് ഞാൻ അറിയാണ്ടാണോ അതോ കാര്യമാവാണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പുതിയ ഓണത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ജിംകികൾ കാര്യങ്ങൾ വന്ന ഫുൾ AD സ്റ്റോൺസിൻ്റെയാണ്. ഇതൊക്കെ പ്ലേറ്റ് ചെയ്യാത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ ഇതെങ്ങനെ കളറെന്ന് വിചാരിക്കേണ്ട. ഇത് പ്ലേറ്റ് ചെയ്യാത്തതാണ്. ചെയ്ത് വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. നിങ്ങൾക്കറിയാമല്ലോ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ. പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ ഇത് ഏറ്റവും നല്ല സ്റ്റോൺസാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം നല്ല സ്റ്റോൺസ് ആയാൽ മാത്രമേ നമുക്ക് പ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് പ്ലാസ്റ്റിക്കൊക്കെ ആണെങ്കിൽ ഉരുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല സ്റ്റോൺസാണ് കേട്ടോ നമ്മളുടെ ഓരോ മെറ്റീരിയലിനും യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പലതരം ജിമിക്കിയാണ്. ഒരു 7 പാറ്റേൺ ജിമിക്കിയുണ്ട്. ഓരോ പാറ്റേണിലും പല കളറും ഉണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോസ്റ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഡാഡി വന്ന് ഒറ്റ ആ ഡ്രസ്സോട് കൂടിയിട്ട്, അതായത് പോയി വന്ന് എങ്ങനെയൊക്കെയോ കയറി ഒറ്റ കിടപ്പ് കിടന്നു കേട്ടോ. ആ കിടപ്പ് എനിക്ക് തോന്നുന്നു രാത്രി 7 മണിക്ക് അങ്ങോട്ടാണ് ആ കിടപ്പ് എണീറ്റത്. കാരണം അതിൻ്റെ ഇടയിൽ ഞങ്ങളൊക്കെ മാറി ഡിവൈനാണ് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വിളിക്കും, ഭക്ഷണം കഴിക്കുക മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിനും എണീക്കില്ല. ഡാഡിക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ പിന്നെ കാമെന്നൊറ്റ കിടപ്പാണ് കേട്ടോ. അങ്ങനെ ഡിമ്പിളും ഇങ്ങേ മുറിയിൽ കിടക്കുക. അപ്പോൾ ഡിമ്പിളിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുവിനും കൂടി റൂമിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ അവൾക്ക് സമാധാനത്തിൽ കിടക്കുക. അല്ലെങ്കിൽ പറ്റില്ലേ. പാച്ചുവിനും വയ്യാണ്ടായപ്പോൾ 2 ആളും കൂടി സുഖമായിട്ട് അവിടെ കിടന്നു. ഡിവൈനും കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ തോമൂനിയും കൊണ്ട് മുകളിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ ആയാലും അവർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എൻ്റെ രാവിലത്തെ പരിപാടികൾ പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വാഷ് ചെയ്യാനായിട്ട് നിന്നു. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇടയിൽ വിട്ടുപോകും ഇങ്ങനെ. കാരണം പുറത്തത്തെ തുണികൾ കിടക്കുമ്പോൾ എനിക്ക് പിന്നീട് ഞാൻ പറയാറില്ല അലക്കാൻ എനിക്കിഷ്ടമില്ല. അത് ഫുൾ ഉണങ്ങി കഴിഞ്ഞാൽ ഞാൻ അടുത്തൊരു ട്രിപ്പ് എടുത്ത് വാഷ് ചെയ്യാനിട്ടുള്ളൂ. എനിക്ക് ആ സൈഡിൽ തോരിയിടാനായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. അപ്പം ഞാൻ ഒരു ട്രിപ്പ് വാഷ് ചെയ്യാനിട്ടു. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു 3-4 നൈറ്റിന് ഞാൻ വിചാരിച്ചു അതൊരുമിച്ച് വേറെ വാഷ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അതവിടെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ബാക്കി കംപ്ലീറ്റ് എടുത്ത് വാഷ് ചെയ്യാട്ടു. അപ്പോൾ അതോട് കൂടിയിട്ട് ഊണ് കഴിക്കണ നേരമായി. അപ്പോൾ ഡിവൈൻ പറഞ്ഞു വേഗം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുക. അപ്പോൾ ഡിവൈനെ സംബന്ധിച്ച് ഈ ഭക്ഷണം കഴിച്ച് കിടന്ന ആ സമയം ഒരു 2 മണിക്കൂർ കിടന്നു കഴിഞ്ഞാൽ ചാക്കോ ഒരു 3:30-4 ആകുമ്പോഴാണ് 3:30ക്കാണ് എത്തുക. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും എല്ലാം കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം അന്നാൾ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ സോയ കൊണ്ട്, അത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 2 കട്ട്ലേറ്റ് എടുത്തു. പിന്നെ മുതിരുപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ സാമ്പാറുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ പപ്പടം ഉണ്ട്. നോക്കിയപ്പോൾ ഒരു കെട്ട് കേടായി, അങ്ങനെ എടുത്ത് കളഞ്ഞു ഞാൻ. ബാക്കിയുള്ള 2 വറുത്ത് അതും എടുത്ത് വെച്ചു. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ മറ്റേ യോഗട്ട് ഉണ്ടായിരുന്നു ഫ്ലേവേർഡ്, അപ്പോൾ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടായിരുന്നത് കട്ട് ചെയ്ത് ഞാൻ പൂരിക്കായിട്ട് മാറ്റി വെച്ച്. 1-2 ബാക്കി 2 അങ്ങടെ ബാക്കി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ബോക്സിലാക്കി ഫ്രിഡ്ജ് വെച്ചു. കാരണം ഇനി പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കേടാവും. അങ്ങനെ ഉച്ചയിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. കുട്ടികളൊക്കെ അതാത് സ്ഥലങ്ങളിലേക്ക് പോയി. അപ്പം ഞാൻ ആ ബാക്കി സമയം കൊണ്ട് ഒക്കെ അവിടേക്കൊന്ന് ഒതുക്കിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ഒക്കെ ഒതുക്കി. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് എന്തായാലും ഞാൻ കിടക്കാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചില ദിവസം കിടന്നു കഴിഞ്ഞാൽ എണീക്കില്ല എന്ന്. അപ്പോൾ ഇന്ന് ദിവസമായിട്ട് വേറെ ക്ഷീണമോ കാര്യങ്ങളോ ഉറക്ക ക്ഷീണമോ ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കിടക്കണ്ട, കിടന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ പോവും. അപ്പോൾ അതുകൊണ്ട് വേണ്ട. പിന്നെ കണ്ടമാനം ഓർഡേഴ്സും കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജൂൺ മാസം ഞാൻ പറഞ്ഞില്ലേ വളരെ മോശമായിരുന്നു എന്ന്. അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ജൂലൈ മാസം വലിയ കുഴപ്പമില്ലാണ്ട് 1-ാം തീയതി തന്നെ നല്ല ഒരു സ്റ്റാർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ പ്രശ്നം വേറെ ഒന്നുമല്ല, എനിക്ക് ഇവർക്കൊന്നും മറുപടി കൊടുക്കാനോ കാണിച്ചു കൊടുക്കാനുള്ളൊരു സാവകാശം കിട്ടണില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഇതേ ഉച്ചയ്ക്ക് നല്ല മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ, നിർത്താണ്ടുള്ള വലിയ മഴയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ മഴ വന്നു കഴിഞ്ഞാൽ അത് കാണാൻ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് തൊട്ടേ ഉള്ളതാണ്, പക്ഷേ ഇപ്പം മഴ കാണാനേ ഇല്ല. കാരണം നമ്മുടെ പാരപ്പറ്റുമ്മ കൂടെ വെള്ളം പോണ കാരണം ഇങ്ങനെ മഴ താഴേക്ക് ഇറങ്ങി പോണത് കാണില്ല. അപ്പം ഞാൻ ഇടയ്ക്ക് പറയും, നമ്മുടെ അടുത്ത തലമുറ കുട്ടികൾക്ക് മഴ എന്താണെന്ന് ചോദിച്ചാൽ എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരും. കാരണം താഴേക്ക് വീണില്ല, നമ്മൾ മഴ വെള്ളം താഴേക്ക് വീണ് അത് തെറിക്കുമ്പോഴുള്ള ആ ഒരു ഭംഗിയുണ്ടല്ലോ, അതൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭവം കേട്ടോ. പിന്നെ ഓടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറക്കാലിക്ക് വീഴുന്ന വെള്ളം, അതൊക്കെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വല്ല പഴയ സിനിമകളിലോ ഒക്കെ കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പം ഞങ്ങളുടെ പരിസരത്തൊന്നുമില്ല അങ്ങനെയുള്ള വീടുകൾ, എവിടെയും കാണാനില്ല. വല്ലപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഓരോന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയാണ്. അതിൻ്റെ ആ വെള്ളം വരുമ്പോൾ കൈകൊണ്ട് തട്ടി കളിക്കണതും വഞ്ചി ഉണ്ടാക്കി വിടണതും അതൊക്കെ ഒരു സമയം. ഇനിയിപ്പോൾ അതൊന്നും തിരിച്ച് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ തുണി തോരയിടാനായിട്ട് വരികയാണ്. അപ്പോൾ ഇവരോട് കയറാൻ പറഞ്ഞപ്പോൾ അവർക്കറിയാം ഞാൻ തുണി തോരയിടാൻ പോണ മക്കൾ കയറിയെന്ന് പറയുമ്പോഴേക്കും അവർ ഓടിക്കയറും കേട്ടോ. അവർക്ക് ശീലം അതാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു അപ്പോഴേക്കും മഴയൊക്കെ മാറി നല്ല എന്താ പറയുക പെട്ടെന്ന് ഞാനല്ല പക്ഷെ പെയ്തത് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. നല്ല കണ്ടു നല്ല വെയിലും വെളിച്ചമായി. അപ്പോൾ ഞാൻ വേഗം തുണികളൊക്കെ അവിടെ തോരയിട്ടു. അപ്പോൾ ഞാൻ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ അഴയ്ക്കാൻ ഇടില്ല, വലിയ മഴ വരുമ്പോൾ ശീതലടിക്കും. പക്ഷെ ഇന്ന് ഞാൻ നോക്കിയപ്പോഴേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുമ്പോൾ തലയുമ തട്ടും. അപ്പോൾ പിന്നെ ഒറ്റ അഴയ്ക്കാമിക്കുള്ളതുള്ളൂ. അപ്പോൾ പിന്നെ ഞാനത് അവിടെ ഇട്ടു. ഇന്ന് രാത്രി ഞാൻ അകത്തേക്ക് ഇടണമെന്ന് വിചാരിച്ചു, പക്ഷെ മറന്നു പോയിട്ട് ഈ ആശുപത്രി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മറന്നുപോയി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്തുട്ടാ ആശുപത്രി കേസ് ഉണ്ടായെന്ന് പറയാൻ എൻ്റെ മക്കളെ. കാരണം ഇന്ന് എന്താ പറയുക നല്ല വല്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പം ഞാൻ അതോട് കൂടിയിട്ട് ഞാൻ കൂടൊക്കെ ഒന്ന് അടിച്ച് കഴുകി അങ്ങനെയാണ് ഞാൻ ചെയ്യുക. അപ്പോൾ പിന്നെ ഈ സമയത്തൊന്നും അവർക്ക് കൂട്ടിൽ കിടക്കണമെന്ന് നിർബന്ധമില്ല. അവർ ബെഞ്ചുമ്മ ഭംഗിയിൽ അവിടെ കിടന്നോളൂ കേട്ടോ. അവർക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ആ സൈഡിലും ഉണ്ട് ബെഞ്ച്, പക്ഷേ ഏതെങ്കിലും ഒരു വശം നമ്മൾ തുറക്കുള്ളൂ. കാരണം എല്ലായിടത്തും ഇവർ ഓടി നടന്ന് വൃത്തികേടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഷേപ്പ് മാത്രമേ നമ്മൾ തുറന്നു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അതാത് സ്ഥാനങ്ങളിൽ ബക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ ഞാൻ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളം ഒന്ന് തിളപ്പിച്ച് വയ്ക്കാം. കാരണം വെള്ളം ഇറങ്ങാണ്ടാണോ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഫിൽറ്ററിൽ കുപ്പികൾ വെള്ളം ഇല്ലാണ്ട് വരുന്നു. അപ്പോൾ പിന്നെ അതൊന്നാക്കി ഞാൻ വെച്ചു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് നമുക്ക് ചൂടാറുമ്പോൾ അതെടുത്ത് പകർത്തി വെക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെ മോതിരങ്ങളാണ്. ഇത് പ്ലേറ്റ് ചെയ്ത് ഇപ്പോൾ കൊണ്ടുവന്ന മോതിരങ്ങളാണ് കേട്ടോ. അതേസമയം പ്ലേറ്റ് ചെയ്യാത്ത മോതിരങ്ങൾ ഞാൻ കാണിച്ചു തരേണ്ട പുതിയ ഡിസൈൻസ് വന്നിട്ടുണ്ട്. ഇത് നല്ല AD സ്റ്റോൺസിൻ്റെ നല്ല തരം മോതിരങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് പോയിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അയ്യോ നമ്മുടെ ചാക്കോ എത്തിയിട്ടില്ലല്ലോ, ചാക്കോ വന്നിട്ട് കിടക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പതുക്കെ എണീക്കുക, അല്ലെങ്കിൽ അവൻ ഓടി വന്ന് വിളിക്കുമ്പോൾ നമ്മൾ എണീറ്റില്ലെങ്കിൽ ഒരു വിഷമ. അപ്പോൾ സമയം 3 അപ്പോൾ ഞാൻ വിചാരിച്ചു ചാക്കോ വന്നു. അപ്പോൾ ഇന്നത്തെ ചിന്താ വിഷയം, ചെയ്തു കൂട്ടിയ തെറ്റുകൾ മൂടി വെച്ച് മാന്യതയുടെ വേഷം അണിയുമ്പോൾ മുകളിൽ ഒരാളുണ്ടെന്നുള്ള കാര്യം മറന്നു പോകുന്നവരാണ് പലരും. വിതച്ചതേ കൊയ്യൂ എന്നത് പ്രകൃതിയുടെ നിയമമാണ്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിൻ്റെ ഫലം കൃത്യമായ സമയത്ത് നമ്മളെ തേടിയെത്തുക തന്നെ ചെയ്യും. അത് വളരെ ശരിയാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, ഒന്നുമില്ല, എല്ലാവർക്കും അറിയാലോ അതെന്താണ് ഏതാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ നമ്മളോട് പറയും കർമ്മയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് ഇങ്ങനെ ഉണ്ടായിട്ടെന്നൊക്കെ പറയുമ്പോൾ ആർക്കും എന്തും പറയാം. പക്ഷേ അങ്ങനെ ഒരു സംഭവം ആരുടെ വശത്ത് ഉണ്ടായാലും അവരത് അനുഭവിക്കാണ്ട് പോവില്ല. അതാണ് എങ്ങനെ വന്നാലും നമ്മളെ തേടിയെത്തും എന്ന് പറയണത് കേട്ടോ. അതേസമയം ഒന്നും നടക്കാണ്ട് നമ്മൾ വെറുതെ നമ്മൾക്കറിയാം നമ്മൾ പറയണത് എടുക്കണത് ഒന്നും ശരിയല്ല എന്ന്, എന്നിട്ട് നമ്മൾ വെറുതെ മറ്റുള്ളവർ അതുകൊണ്ടാണ് ആ കർമ്മയാണ് അവർക്കത് പറ്റിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരിലേക്ക് എന്നെ തിരിച്ച് ചെല്ലുക. അപ്പോൾ അതാണ് സത്യം. അപ്പോൾ മാക്സിമം നമ്മൾ പണ്ടും കാരണന്മാർ പറയും നീ എൻ്റെ മുഖത്തൊന്ന് മറിഞ്ഞാലും മുകളിൽ ഒരാളിരിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയും. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ ഡോൺ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡിവൈൻ വൈകുന്നേരത്തേക്കുള്ള പിസയ്ക്കുള്ള ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു എന്ന് വെച്ചാൽ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ദോശമാവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഈ രാമശ്ശേരി ഇഡ്ഡലിയുടെ കൂടെ കഴിക്കുന്ന പൊടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് എന്തോ ആ കൂട്ട് വായിച്ചപ്പോൾ തൊട്ട് എനിക്കൊരു കൊതി. അപ്പോൾ നമ്മുടെ പൂതി നമുക്ക് തന്നെയല്ലേ തീർക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ മട്ടരി വേണം. അപ്പോൾ മട്ടരി ഒരു 4 സ്പൂൺ എടുത്തു. അത് കഴിഞ്ഞ് 2 സ്പൂൺ ഉഴുന്ന്, അത് കഴിഞ്ഞ് 1 സ്പൂണാന്ന് തോന്നുന്നുണ്ട് കടലപ്പരിപ്പ്, അത് കഴിഞ്ഞ് 1 സ്പൂൺ കുരുമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പിലയും
ചുവന്ന മിളകും. അപ്പോൾ മിളകൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. അപ്പോൾ കാശ്മീരി മിളകും 1-2 വേണമെങ്കിൽ ഇടാം, അപ്പോൾ കളറുണ്ടാവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ജീരകം, കുറച്ച് കറുത്ത എള്ളും. ജീരകം വളരെ കുറവ് മതി, അല്ലെങ്കിൽ ആ ജീരകത്തിൻ്റെ കുത്ത് നിൽക്കും കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല, എനിക്കതിൻ്റെ കുത്ത് അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് വളരെ കുറച്ചിട്ടുള്ളൂ. അതും എള്ളും, കറുത്ത എള്ള്. അപ്പോൾ ഇതിൻ്റെ പരുവം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ അരി ഉണ്ടല്ലോ, അരി ഇങ്ങനെ പൊട്ടി തുടങ്ങും. പൊട്ടി 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 പൊരിയുടെ പരുവത്തിൽ അങ്ങനെ വരും കേട്ടോ. അത് കഴിഞ്ഞാൽ ലാസ്റ്റാണ് മറ്റേ ജീരകവും എള്ളും ചേർക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ എള്ളും പൊട്ടി തുടങ്ങി കഴിയുമ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൊടിക്കാനുള്ള പൊടി റെഡി ആയിട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് കുറേ റെസിപ്പികൾ ഇങ്ങനെ നോക്കും, എന്നിട്ട് നമുക്ക് തോന്നില്ല ഇത് അടിപൊളിയാണെന്ന് തോന്നുന്ന സംഭവമാണ്. ഞാനതെടുത്ത് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഉപ്പിടുമ്പോൾ അത് കുഴഞ്ഞു പോലെയെന്ന്. ഉപ്പ് തിരിച്ചാണ്, ഉപ്പ് താഴ്ത്തത് കണ്ടു വന്ന് അടിഞ്ഞ് കിടക്കും. അങ്ങനെ ഇത് നല്ല നൈസായിട്ട് പൊടിക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു രുചി. ചിലവർ പറയും ഇങ്ങനെ തെരിതെരിപ്പായിട്ടാണ്, പക്ഷേ എനിക്കെന്തോ നൈസായിട്ട് ഇടുന്ന ഇഷ്ടമായത്. കാരണം ഈ കുരുമുളകൊക്കെ ചിലപ്പോൾ കടിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതാണ്, അപ്പോൾ എന്തെങ്കിലും ഒന്ന് തൊട്ട് നാവുമ്പോൾ വെച്ചിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഇത് നല്ല വറക്കുമ്പോൾ തന്നെ നല്ല മണമായിരുന്നു കേട്ടോ, നല്ലൊരു ഫ്ലേവറും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ റെസിപ്പി ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഭവം ചെയ്തോ. ആദ്യമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇടാറുണ്ട് റെസിപ്പി, പക്ഷേ ഇപ്പം എനിക്കത് പറ്റണില്ല. പാച്ചുവിൻ്റെ ആ സർജറിയോട് കൂടിയിട്ട് എനിക്കത് പറ്റാണ്ടായി. 10-15 റെസിപ്പി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് വേറെ ഒന്നുമില്ല, ഇപ്പം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞതനുസരിച്ച് ആദ്യം ഇപ്പം ഞാൻ 4 സ്പൂൺ, അപ്പോൾ ശരിക്കും ഈ ഒരു കുഞ്ഞ് മിക്സി നിറച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ വേണമെങ്കിൽ ആദ്യം ഒരു 2 സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. എന്നിട്ട് ടേസ്റ്റ് തോന്നുകയാണെങ്കിൽ അതിൽ ബാലൻസ് ചെയ്ത് എരിവ കൂട്ടുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അത് ചെയ്ത് വെച്ചോട്ടെ. നിങ്ങൾക്ക് നല്ല ചൂടുള്ള ദോശ ഉണ്ടാക്കുമ്പോൾ, നല്ല കട്ടി ദോശ ഉണ്ടാക്കുമ്പോൾ, എനിക്ക് നെയ് റോസ്റ്റിൽ അങ്ങനെ തിന്നാൻ ഇഷ്ടമല്ല, കട്ടി ദോശയൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ ഇതിങ്ങനെ വെതറിയിട്ടൊന്ന് ആക്കി കഴിച്ചാൽ നല്ലതാട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ 7 മണിയൊക്കെ ആയപ്പോഴാണ് ഡാഡീനെ പതുക്കെ പിടിച്ച്, ഡാഡി എണീക്കാനേ കൂട്ടാക്കുണ്ടായിരുന്നില്ല, അപ്പോൾ പിടിച്ച് ഡോക്ടറെ അടുത്തേക്ക് ഡോണിനെ വിളിച്ചു കൊണ്ടുവന്നു. ഡിമ്പിളിനെയും ഡാഡിനെയും കൂടി കൂട്ടി വിട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ പനി നോക്കിയപ്പോൾ ഡിമ്പിളിന് 104 ഡിഗ്രി ഉണ്ട്, ഡാഡിക്ക് 102. അപ്പോൾ ഇനി ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് 2 കൂടി കയറ്റി വിട്ടു. അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് ഹോസ്പിറ്റലാന്ന് പറഞ്ഞപ്പോൾ പാച്ചു തീരെ ഇല്ല, ഞാനില്ല എന്ന് പറഞ്ഞിട്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളാരും പോകണില്ല. തോമു അത് അവർക്കൊക്കെ പേടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുള്ളത്. അപ്പോൾ തോമുവിനൊന്നും അത്രയും വലിയ പേടിയില്ല, കാരണം അവർക്ക് അങ്ങനെ ഇഞ്ചക്ഷനും കാര്യങ്ങളും കിട്ടിയില്ല. പാച്ചുവിനെ സംബന്ധിച്ച് എപ്പോഴും ഈ കുത്ത് കിട്ടണ കാരണം കുട്ടിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അവനോട് പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ പോയതിന് ശേഷം ഞാൻ നമ്മുടെ പൊടി പരീക്ഷിക്കണ്ടേ, ഒരു നല്ല കട്ടി ദോശ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ പൊടി ഇട്ടിട്ട് കഴിച്ചപ്പോൾ, ഇഡ്ഡലി ആയാലും നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റീമറിൽ ഒരു ഒരു തട്ട് വെച്ചിട്ട് അതിലൊരു വാഴയില വെച്ച് കുറച്ച് കട്ടിയിൽ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ രാമശ്ശേരി ഇഡ്ഡലി, അതിൻ്റെ കൂട്ടൊക്കെ വേറെ കേട്ടോ, എന്നാലും ആ ഒരു ഇതിൽ നമ്മൾ ഈ പൊടിയും കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ചൂട്ടോടെ കഴിച്ചാൽ ഞാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് പിസ്സ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതേ പിള്ളേർ 2 പേരും അതിൻ്റെ പിന്നാലെ, അവർക്ക് പിസ്സ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പാച്ചു ഒന്നും കഴിച്ചില്ല കേട്ടോ, അവന് ഒന്നും വേണ്ട, പനിയായതുകൊണ്ട് അവനൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് തണുത്ത വെള്ളം മാത്രമാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു തണുത്ത വെള്ളം കുടിക്കാൻ പാടില്ല. പിന്നെ ഞാൻ ചോദിച്ചു തൊണ്ടയ്ക്ക് ഒരു സുഖം കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളം കൊടുത്തു കേട്ടോ. അപ്പോൾ അത് മാത്രമാണ് അവൻ കുടിച്ചത്. പിന്നെ ഡിവൈൻ എപ്പോഴോ പാല് പൊടിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് അവന് കിടക്കുന്നത്. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഡിമ്പിള് ചോറൊക്കെ കൊടുത്തെങ്കിലും അവന് വേണ്ട എന്ന് പറഞ്ഞിട്ട് കഴിക്കാണ്ടിരിക്കുക ചെയ്തത്. അപ്പോൾ ഇതൊക്കെ പ്ലേറ്റ് ചെയ്യാത്ത, വളരെ എന്താ പറയുക കനം കുറഞ്ഞ കല്ലൊന്നുമില്ലാത്ത മോതിരങ്ങളാണ് കേട്ടോ. ഇങ്ങനത്തെ മോതിരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിലയ്ക്ക് ഭയങ്കര വ്യത്യാസം. കല്ലിൻ്റെ മോതിരമാണ് വില കൂടുതൽ, ഇതിനൊക്കെ വളരെ ചെറിയ വിലയുള്ളൂ കേട്ടോ. മാറ്റ് ഫിനിഷും ഉണ്ടാവും, നമ്മുടെ നോർമൽ. ഇത് നിങ്ങൾ കളറ് കാണുമ്പോൾ എന്താവുമെന്ന് വിചാരിക്കായിരിക്കോ, ഞാൻ പറഞ്ഞില്ലേ പ്ലേറ്റ് ചെയ്യാത്ത മെറ്റീരിയലാണ്. അപ്പോൾ ഞാനിപ്പോൾ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ച് തന്നെ കാണിക്കാറ്, കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ പിന്നെ എനിക്ക് തോന്നി കഴിഞ്ഞ് നിങ്ങൾക്ക് പാറ്റേൺ കണ്ട് ഇഷ്ടമായാലല്ലേ ഞാനത് പ്ലേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ, നിങ്ങൾ കാണാണ്ടെന്ന കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. മറ്റേ ഞാൻ റീസെല്ലേഴ്സിന് മാത്രമാണ് ഈ ഫോട്ടോസ് കാണിച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ എല്ലാവരും കൂടി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള മോതിരങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇന്ന് കണ്ടമാനം പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കോൾ നമ്മൾ എങ്ങനെ വന്നാലും അറ്റൻഡ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങളൊരു മെസ്സേജ് ഹായ് അയച്ചു കഴിഞ്ഞാൽ ഞാനത് സേവ് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ സ്റ്റാറ്റസും നിങ്ങൾക്ക് എന്നും കാണാൻ പറ്റും കേട്ടോ.
അപ്പം ഞാൻ ദേ പാച്ചുവിനെ തൊട്ട് നോക്കിയപ്പോൾ പാച്ചുവിന് ചെറുതായിട്ടൊരു ചുമയും ചുണ്ടൊക്കെ ചൊകചൊകാന്നായിരിക്കണം കേട്ടോ, നല്ല ചൂടുമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ പോകുമ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് പനിയില്ല, എനിക്ക് ചുമയില്ല, എനിക്ക് ഡോക്ടറെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണേ കേട്ടോ. അപ്പം ഞാൻ എന്ത് പറഞ്ഞു വെച്ചാൽ ഡോണിനോട് പറഞ്ഞു അവരെ കൊണ്ടുവരാൻ പോകുമ്പോൾ, അമ്മേനെ കൊണ്ടുവരാൻ പോകുമ്പോൾ അവന് കയറാൻ പറഞ്ഞാൽ കയറുമല്ലോ, അങ്ങനെ പറഞ്ഞ് കൊണ്ടുപോയിട്ട് നേരെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വരണതിൻ്റെ അപ്പം 2 പേരും ട്രിപ്പ് ഇട്ട് കിടക്കുകയാണ്, ഡാഡിയും അതെ മോളും അതെ, 2 പേർക്കും ട്രിപ്പ് ഇട്ട് അവിടെ കിടത്തിയേക്കാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞങ്ങളിത് ഇവിടുത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഡാഡിക്ക് കുറച്ച് കഞ്ഞി വെച്ചിട്ടുണ്ട്, ഡിമ്പിളിനും അതെ ചോറായാലും. ഡിമ്പിൾ പിന്നെ പനിച്ചാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കും. ഡാഡിയെ സംബന്ധിച്ചാണ് ഡാഡി ഒന്നും കഴിക്കില്ല. അപ്പോൾ വെയിൻ കിട്ടിയില്ല എന്ന് പറയായിരുന്നു, മറ്റേ ട്രിപ്പ് ഇടാനായിട്ട് ഇത് എടുക്കാനായിട്ട് വെയിൻ കിട്ടിയില്ല. കാരണം വെള്ളമെങ്കിലും കുടിക്കണ്ടേ, ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പട്ടികൾക്കുള്ള ഇറച്ചി വേവിക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിച്ചു. അത്യാവശ്യം പാത്രങ്ങളുണ്ടായിരുന്നതൊക്കെ കഴുകി. അപ്പോഴേക്കും ഡാഡി പിള്ളേരെയും കൊണ്ട്, ഡിമ്പിളിനെയും ഡാഡിനെയും കൊണ്ട് ഡോൺ വന്നു. അപ്പോൾ പാച്ചുവിനെയും കാണിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. പാച്ചുവും തോമും കയറിപ്പോയിട്ടുണ്ടായിരുന്നു, കാരണം പോകാൻ കൂട്ടാക്കുണ്ടായിരുന്നില്ല. അങ്ങനെ കയറിപ്പോയി. അപ്പോൾ ഡോക്ടർ സെയിം മെഡിസിൻ കണ്ടിന്യൂ ചെയ്താൽ മതി, ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇവിടെ പാച്ചുവിനോട്. ഡാഡി ഇതാ ഉഷാറായി, ട്രിപ്പൊക്കെ കയറ്റി വന്നപ്പോൾ ഡാഡി ഉഷാറായിട്ടോ. അങ്ങനെ എന്താ പറയുക, മെഡിസിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ കഞ്ഞിയൊക്കെ കുടിച്ചു. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഡാഡിക്ക് സ്വതവേ അലർജി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും. അപ്പോൾ എപ്പോഴും നമ്മൾ പേഴ്സിൽ എഴുതി വെക്കും ഇതാ ഇന്നത് അലർജിയാണ് എന്നുള്ളത് എവിടെ പോകുമ്പോഴും. കാരണം പെട്ടെന്ന് അത് എന്തെങ്കിലും അറിയാണ്ട് ആ ഒരു കണ്ടൻ്റ് ഉള്ളത് ചെല്ലണ്ടെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും എഴുതി വെക്കും. അപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ അപ്പനും മക്കളും കയറി. അപ്പോൾ അവരുടെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാച്ചുവിന് ചോറ് കൊടുക്കാനായിട്ട് ഡിമ്പിൾ എടുത്തെങ്കിലും എനിക്ക് തോന്നുന്നു കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. 2 ഉരുള 3 ഉരുള അങ്ങോട്ട് കഴിച്ചിട്ട് മതി മമ്മി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു നിർബന്ധിക്കണ്ട, കാരണം നിർബന്ധിച്ച് കൊടുത്തിട്ട് ഛർദ്ദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുട്ടിക്കും വയ്യാണ്ടാവുക ഛർദ്ദിക്കണോട് കൂടിയിട്ട്. അങ്ങനെ മറ്റേ സഖാവ് പോണാണ്ട ചാക്കോ ബൈ ബൈ ഒക്കെ പറഞ്ഞ് എന്താ പറയുക കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഡാഡിയോട് യാത്ര പറഞ്ഞ് എന്നോട് യാത്ര പറഞ്ഞ് ഒക്കെയാണ് കയറി പോണത് കേട്ടോ. അവനവിടെ നിന്നിട്ട് അവൾക്ക് രാവിലെയും കണ്ടില്ലേ, അവിടെ നിന്നിട്ട് അവൻ്റെ വക കുറേ കസർത്തുകളുണ്ട്, എന്നിട്ടേ കയറുള്ളൂ. അപ്പോൾ ഞങ്ങൾ സാധാരണ അപ്പുറത്തു കൂടെ പോയിട്ട് ജനലേമ്മ 2 തട്ട് തട്ടും ഓടിക്കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ മരുന്നും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഞാൻ വിചാരിച്ചു ഇനി കിച്ചൺ ഒന്ന് ഒതുക്കിയിട്ട് ഇനി കിടക്കാൻ നോക്കാം. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, എല്ലാവരുടെയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പട്ടികൾക്ക് ഉള്ള ഇറച്ചി ചൂടാറാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. കുപ്പികളിലൊക്കെ വെള്ളം നിറച്ചു. അപ്പോൾ ഇന്ന് കുപ്പികളൊക്കെ കാലിയായത് തന്നെ കുട്ടികൾ വെള്ളം എടുത്ത് കുടിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കുപ്പി കഴുകിയിട്ട് പിന്നെ പുതിയ വെള്ളം നിറയ്ക്കുക ചെയ്യട്ടോ. കുട്ടികളല്ല, അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആ കുപ്പികൾ ഇങ്ങനെ നിരനിരന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എക്സ്ട്രാ വെള്ളം വീണ്ടും നിറച്ച് കൊണ്ടുവന്ന് അവിടെ വെച്ചു. കാരണം ഇനി അല്ലെങ്കിൽ നാളെ രാവിലെ നോക്കുമ്പോൾ ഒരൊറ്റ കുപ്പി വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ മഴ എന്ന് പറഞ്ഞാലും എല്ലാവർക്കും തണുത്ത വെള്ളം തന്നെ വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. ചിലർ പറയും തണുത്ത വെള്ളം കുടിച്ചതിൻ്റെ പേരിൽ ചുമ വരും എന്നൊക്കെ പറയും. ഇവിടെ എനിക്ക് തോന്നുന്നു പണ്ട് തൊട്ടേ യൂസ്ഡ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ പ്രത്യേകിച്ച് അത് കഴിക്കണോണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും വരാറില്ല കേട്ടോ. അങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഓരോ വശത്തുനിന്ന് കഴുകി. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. എന്നാലും ഇന്ന് എനിക്ക് തോന്നുന്നു 9 ആകുമ്പോഴേക്കും രാത്രിയിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ വന്നിട്ട് ഇവർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോണിന് അപ്പവും കറി ഉണ്ടായിരുന്നു. ഞാൻ ദോശ കഴിച്ചു. ഡിവൈൻ എന്തിട്ടാണ് കഴിച്ചതെന്ന് എനിക്കറിയില്ല കേട്ടോ. ആ ദോശ തന്നെയാണ്. ഡിമ്പിൾ വന്നിട്ട് വടയുണ്ടായിരുന്നതും ചോറ് കഴിച്ചു. ഡാഡി കഞ്ഞി കഴിച്ചു. അങ്ങനെ എല്ലാവരും കൂടി ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കാലിയാക്കിയിട്ടാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇവിടെ വന്ന് എനിക്ക് നാളേക്ക് 1-2 പാക്ക് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, ഒക്കെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ 2-3 കൂട്ടങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കൂടി പാക്ക് ചെയ്തപ്പോൾ നാളെ ഡോൺ പോകുമ്പോൾ ഡോണിൻ്റെ കയ്യിൽ പോസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഡാഡിക്ക് എനിക്ക് തോന്നുന്നില്ല ഡാഡി നാളെ എണീക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ആളിരിക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ആരാണോ പോണത് അവരുടെ കയ്യിൽ പോസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. കാരണം നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മളെ വിശ്വസിച്ച് വാങ്ങിക്കുന്നവർക്ക് നമ്മുടെ വീട്ടിലെ ആൾക്കാർക്ക് പനിയാണ് ചുമയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇന്ന് എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്തവരോടൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ലാത്തവർ ക്ഷമിക്കാട്ടോ, ഇതിൽ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ
ഒരു എന്തെന്നാ പറയുക, ഉച്ചയ്ക്ക് ശേഷം ആകെ ഒരു ഡിസോർഡർ ആയിരുന്നു കേട്ടോ. ഒന്നും ഒരു ഭംഗിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഉച്ച വരെയുള്ളത് എല്ലാതും ഭംഗിയായിട്ട് പാക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞതാണ്. ഇതിപ്പോൾ ഇന്ന് ഡിമ്പിളിന് വയ്യാത്തതിൻ്റെ പേരിൽ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പറഞ്ഞ പോലെ സമയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നാളെ ആയാലും അയക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഡിമ്പിളിൻ്റെ നാളെ പനിയൊന്ന് അഴിയുന്നാണ് തോന്നണേ. കാരണം അത്രയും എന്താ പറയുക ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ നാളെ എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ദിവസം കടലുള്ള ദിവസമാണ്, തോറാനിയാണ്. നാളെ ഭയങ്കര മഴ പെയ്യുന്നൊക്കെയാണ്, പക്ഷേ തിരിച്ചാണ് ഉണ്ടാവാറ്. എന്തായാലും നമുക്ക് നോക്കി കാണാം. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.